Hi friends, welcome back to Wishbees. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലോകത്തിലെ ഏറ്റവും ഗുണനിലവാരമുള്ള മറയൂർ ശർക്കരയുടെ വിശേഷങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉൽപാദന രീതികളെക്കുറിച്ചുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ മറയൂർ. മൂന്നാറിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്ററാണ് മറയൂരിലേക്കുള്ള ദൂരം. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഒരു കാർഷിക ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര. ഇടുക്കി ജില്ലയിലെ മറയൂർ, കാന്തല്ലൂർ എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായും മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത്. 900ഓളം ചെറുതും വലുതുമായ ശർക്കര യൂണിറ്റുകൾ ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. കർഷകർ പരമ്പരാഗത രീതിയിലാണ് മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത്. ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യപടിയായി കരിമ്പ് കൃഷിയിടങ്ങളിൽ നിന്നും വെട്ടിയെടുക്കുന്നു. അതിനുശേഷം യന്ത്രത്തിൻ്റെ സഹായത്തോടെ ഇത് കരിമ്പ് നീരാക്കി മാറ്റുന്നു. യന്ത്രത്തിൻ്റെ സഹായത്തോടെ ഉണ്ടാക്കിയെടുക്കുന്ന കരിമ്പിൻ നീര് വലിയ ഡ്രമ്മുകളിൽ ശേഖരിക്കുന്നു. അതിനുശേഷം മുകൾ ഭാഗത്തെ തെളിഞ്ഞ നീര് ശർക്കര ഉണ്ടാക്കുന്ന വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നു. 1000 ലിറ്റർ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ പാത്രത്തെ കൊപ്ര എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം കൊപ്ര അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നു. ചൂടാക്കാനായി കത്തിക്കുന്നത് നീരെടുത്ത ഈ കരിമ്പിൻ ചണ്ടി തന്നെയാണ്. ഈ പാനീയം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കുമ്മായം ചേർക്കുന്നു. അതിനുശേഷം മുകളിലേക്ക് വരുന്ന അഴുക്ക് കോരി നീക്കുന്നു. വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായും മാറുമ്പോൾ ഇത് കപ്പിയുടെ സഹായത്തോടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റാനുള്ള പാത്രമാണ് ഈ കാണുന്നത്. ഇത് പൂർണ്ണമായും തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചൂടാറുമ്പോൾ കൈകൊണ്ട് ഉരുട്ടിയെടുത്താണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. മറയൂർ ശർക്കരയ്ക്ക് കടുത്ത തവിട്ട് നിറമാണ് ഉള്ളത്. സാധാരണ ശർക്കരയ്ക്ക് ഗോൾഡൻ ബ്രൗൺ നിറമാണ്. ബ്ലീച്ചിങ് നടത്താനായി ഹൈഡ്രോസ് തുടങ്ങിയ രാസവസ്തുക്കൾ ചേർക്കാത്തതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഇരുമ്പിൻ്റെയും കാൽസ്യത്തിൻ്റെയും അംശം കൂടുതലാണ് മറയൂർ ശർക്കരയ്ക്ക്. സോഡിയത്തിൻ്റെ അളവ്, കല്ല്, ചെളി തുടങ്ങിയവ മറയൂർ ശർക്കരയ്ക്ക് കുറവാണ്. മറ്റു ശർക്കരയേക്കാൾ മധുരം കൂടുതലും ഉപ്പിൻ്റെ അംശം കുറവുമാണ് മറയൂർ ശർക്കരയ്ക്ക്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.